ത്രിയേകദൈവത്തിൻ്റെ ആദിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് 579 എപ്പിസോഡ് ആണ്. അത് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: കുരിശിലെ മേലെഴുത്ത് എന്തായിരുന്നു? എന്തുകൊണ്ട് അങ്ങനെ എഴുതി? കുരിശിലെ മേലെഴുത്ത് എന്തായിരുന്നു? എന്തുകൊണ്ട് അങ്ങനെ എഴുതി? യേശുക്രിസ്തുവിന്റെ വിചാരണയും വിധി തീർപ്പും വിളിച്ചറിയിക്കുന്ന അടയാളമാണ് കുരിശിലെ മേലെഴുത്ത്. നീതിപൂർവമായ വിചാരണയില്ലാത്ത മേലെഴുത്തും ഏകപക്ഷീയമായ ഈ വിധി തീർപ്പും മത രാഷ്ട്രീയ പകപോക്കലുകളുടേതായിരുന്നു. നസറായനായ യേശു പകർന്ന വഴിയും വെളിച്ചവും വിശ്വാസവഞ്ചനയിലും ഗുരുനിഷേധത്തിലും ഞെരുങ്ങി അമർന്നപ്പോൾ തിരസ്കരിക്കപ്പെട്ടത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ജീവിത പാഠങ്ങളാണ്. യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന പരിഹാസമാണ് കുരിശിന്റെ മേലിലുള്ള മേലെഴുത്ത്. സുവിശേഷങ്ങളിലും മേലെഴുത്ത് ശൈലിക്ക് വൈവിധ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവ് എന്ന് മർക്കോസ് 15:26 പറയുമ്പോൾ, യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 27:37 പറയുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 23:38 പറയുന്നു. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19:19 പറയുന്നുണ്ട്. മേലെഴുത്തുകളിൽ പക്ഷപാതവും വക്രീകരണവും സംക്രമിക്കുമ്പോൾ സത്യത്തിന്റെ യഥാർത്ഥ കാഴ്ചകൾ തമസ്കരിക്കപ്പെടും. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ മേലെഴുത്തിന്റെ സവിസ്തര പ്രതിപാദനമാണ് അവതരിപ്പിക്കുന്നത്. പിലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 19:19. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവായി എന്ന പരിഹാസം പിലാത്തോസിന്റെ മരണവിധിയിലും ഉൾപ്പെട്ടിരുന്നു. യൂദാസിന്റെ ചുംബനത്തിലൂടെയുള്ള വിശ്വാസവഞ്ചനയും പത്രോസിന്റെ ഗുരുനിഷേധവും തിരസ്കരണത്തിന്റെ ബാക്കി പത്രം മാത്രമാണ്. യേശുവിന്റെ വിചാരണ രാത്രി 2 മണി മുതൽ 10 മണി വരെയുള്ള 8 മണിക്കൂറുകൾ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. അതായത് രാത്രി 10 മണിക്ക് ആരംഭിച്ച രാത്രി 2 മണിക്ക് ആരംഭിച്ച വിചാരണ രാവിലെ 10 മണി വരെ ആയിരുന്നു. അത് ഏകദേശം 8 മണിക്കൂറും ആയിരുന്നു. 3 പ്രാവശ്യം വീതമുള്ള യഹൂദ റോമൻ വിചാരണകളാണ് യേശു അഭിമുഖീകരിച്ചത്. യഹൂദ മതാധികാരികളായ ഹന്നാസ്, കയ്യാഫാസ്, സന്നിധിരം സംഘത്തിലെ നേതാക്കൾ എന്നിവരുടെ യഹൂദ വിചാരണയിൽ യേശു കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നു. ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്നും ദൈവദൂഷണം പറഞ്ഞതിനാൽ മരണയോഗ്യൻ എന്നും പറഞ്ഞ് യേശുവിനെ കൊല്ലുവാനും തീരുമാനിക്കുന്നു. എന്നാൽ റോമൻ വിചാരണയിൽ യേശുവിന്റെ നിരപരാധിത്വമാണ് പീലാത്തോസും ഹെരോദാവും കണ്ടെത്തുന്നത്. ആദ്യം പീലാത്തോസും പിന്നീട് ഹെരോദാവും വീണ്ടും പീലാത്തോസും വിസ്തരിച്ചിട്ട് യേശു നിരപരാധി എന്ന് വിധി എഴുതുന്നു. എന്നാൽ ആരവാരവം വർദ്ധിക്കുമ്പോൾ പുരുഷാരം കാണുക, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി. തുടർന്ന് പുരുഷാരത്തിന്റെ ആവശ്യപ്രകാരം ബറബാസിനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനും ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് സുവിശേഷ വേദപാഠം. മത രാഷ്ട്രീയ സാമൂഹിക കുറ്റാരോപണമാണ് യേശുവിനെതിരെ ഉണ്ടായത്. പീലാത്തോസ് യേശുവിനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ എത്തിച്ച നടപടിയും നിലപാടും രാഷ്ട്രീയമായിരുന്നു. ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്തതായി ഞങ്ങൾ കണ്ടു എന്ന കുറ്റം ചുമത്തി ആണ് ഇവനെ അവിടെ എത്തിച്ചത്. പീലാത്തോസിന്റെ വിസ്താരത്തിൽ യേശുവിൽ കുറ്റം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജനങ്ങൾ യേശു ഗലീലയിൽ തുടങ്ങി യഹൂദിയയിൽ എങ്ങും ഇവിടത്തോളം പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ചു. യേശു തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ന്യായപ്രമാണ പ്രകാരം മരിക്കേണ്ടതാകുന്നു എന്നും ആരോപിച്ചു. യേശു യഹൂദന്മാരുടെ രാജാവ്, യഹൂദ ജാതികളെ മറിച്ചു കളഞ്ഞവൻ, കൈസർക്ക് കരം കൊടുത്തവൻ,
കൊടുക്കുന്നത് തടയുന്നവൻ, ജനത്തെ കലഹിപ്പിക്കുന്നവൻ, സ്വയം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നവൻ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് യേശു കുറ്റക്കാരനെന്ന് സ്ഥാപിക്കുന്നു. പിലാത്തോസിന്റെ അടുക്കലുള്ള വിചാരണയിലും ഭൂഷാരോഹണത്തിലും വിവിധ തരത്തിലുള്ള തിരസ്കരണങ്ങളും പരിഹാസങ്ങളും യേശുവിനെ അനുഭവിക്കേണ്ടി വന്നു. അതിനാൽ യേശു പരിഹസിക്കപ്പെടും എന്ന പ്രവചനം മത്തായി 20:19, മർക്കോസ് 10:34, ലൂക്കോസ് 18:32 യാഥാർത്ഥ്യമായി. യേശുവിൻ്റെ അറസ്റ്റിലും പിന്നീടും യേശു മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു. ചിലർ യേശുവിനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു. സേവകർ അവനെ അടിച്ചു. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു. കണ്ണു കെട്ടി തല്ലി, പ്രവചിക്ക, നിന്നെ അടിച്ചവനാരെ എന്ന് ചോദിച്ചു. മറ്റു പലരും അവനെ ദുഷിച്ചു പറഞ്ഞു. പ്രവാചകനായ യേശുവിനെ പീഡിപ്പിക്കുകയും എതിർക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. പിലാത്തോസിന്റെ വിചാരണയിലും റോമൻ പടയാളികളാൽ പരിഹാസിതനായി. രക്താംബരവും മുൾക്കിരീടവും ധരിച്ച് യഹൂദന്മാരുടെ രാജാവേ രാജാവേ എന്ന് പറഞ്ഞ് അവനെ വന്ദിച്ചു. അതായത് അവനെ മുൾക്കിരീടം ധരിപ്പിച്ചിട്ടാണ് ഇതൊക്കെയും പറഞ്ഞത്. കോൽ കൊണ്ട് തലയിൽ അടിച്ചു, തുപ്പി, മുട്ടുകുത്തി നമസ്കരിച്ചു. വിവിധ തരങ്ങളിൽ പരിഹസിച്ച ശേഷം ക്രൂശിപ്പാൻ കൊണ്ടുപോകുന്നു. ഒരു രാജാവ് എന്ന നിലയിലും യേശു പരിഹാസിതൻ ആകുകയാണ് ഇവിടെ നാം കാണുന്നത്. യേശു കാൽവറി കുരിശിൽ കിടന്നും അപമതിക്കപ്പെടുന്നു. ക്രൂശിന്റെ സമീപത്ത് കൂടി കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. യേശുവിനെ ദൂഷിച്ചു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ പരിഹസിച്ചു. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവൻ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുമെന്നും ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ എന്നും അട്ടഹസിക്കുന്നു. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനും നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് യേശുവിനെ ദൂഷിച്ചു. ആദ്യം യഹൂദന്മാരും പിന്നീട് പ്രജാതികളും തുടർന്ന് ഇരുവരും ഒരുമിച്ച് യേശുവിനെ പരിഹസിക്കുന്നു. യഹൂദർ, പുറജാതികൾ, ഭരണാധികാരികൾ, മത നേതാക്കൾ, കുറ്റവാളികൾ, പുരുഷാരം എന്നിവർ എല്ലാം സംഘമായി യേശുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും പുത്തൻ മേലെഴുത്ത് തൂക്കുവാനും മത്സരിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. കാൽവറിയിലെ ക്രൂശ് മനുഷ്യന്റെ പരിഹാസത്തിന്റെ ചിത്രമായി വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നു. ദൈവത്തെ പരിഹസിക്കരുതെന്നാണ് പൗലോസിന്റെ ഭാഷ്യം. യേശു പരിഹാസിതനും അപഹാസിതനും തിരസ്കൃതനുമായി വക്രീകരിക്കപ്പെടുന്ന എഴുത്തുകളും വിധി തീർപ്പുകളും സഭയിലും സമൂഹത്തിലും ശക്തിപ്പെടുമ്പോൾ യേശു വിവിധ തരത്തിൽ പരിഹാസിതനായി തീരുന്നു. ദൈവം കള്ളന്മാരോടുകൂടെയും ജീവദാതാവ് കൊലപാതകളോടുകൂടെയും ചേർക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷികൾ കളവും ചതിവും സംസാരിക്കുന്നു. അവർ അറിയാത്തതിനെ തന്നോട് ചോദിക്കുന്നു എന്ന് ദുഃഖവെള്ളി രാത്രി 4-ാം കൗമ സദറായിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന്റെ വിചാരണയിലും മേലെഴുത്തിലും നിറയുന്നത് യഥാർത്ഥ വസ്തുക്കളുടെ തമസ്കരണമാണ്. വക്രീകരിക്കപ്പെടുന്ന മേലെഴുത്തുകളും ഏകപക്ഷീയമായ വിധി തീർപ്പുകളും ശക്തിപ്പെടുമ്പോൾ യേശു വീണ്ടും തിരസ്കരിക്കപ്പെടും. മാധ്യമങ്ങളും അധികാരികളും സൃഷ്ടിക്കുന്ന വ്യാജ സമ്മത നിർമ്മിതിയാണ് പുത്തൻ മേലെഴുത്തുകളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൂശിലെ മേലെഴുത്ത് ദൈവപുത്രന്റെ സമത്വത്തെ നിഷേധിക്കുന്ന പരിഹാസക്കുറിപ്പാണ്. സത്യത്തെ തിരസ്കരിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന സത്യാനന്തര കാലത്ത് സാമൂഹിക രാഷ്ട്രീയ സഭാ ബന്ധങ്ങളിൽ പുത്തൻ മേലെഴുത്തുകൾ സൃഷ്ടിക്കുന്ന ശൈലിയാണ് ശക്തിപ്പെടുന്നത്. ഇത്തരം വ്യാജ മേലെഴുത്തുകൾക്ക് എതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ജാഗ്രത പുലർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അവനിൽ ശരണപ്പെടുകയും അവനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ഏവരും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരും സത്യത്തെ മുറുകെ പിടിക്കുന്നവരും സൽപ്രവൃത്തികൾ ചെയ്യുന്നവരും ആയിരിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ
പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.